അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്ന സ്ഥിതിക്ക് ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം. ആ ശബ്ദം മറ്റുള്ള അസോസിയേഷനിലേക്ക് കത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കണം, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അസോസിയേഷനിലുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട്, അതൊന്ന് പരിഹരിക്കണം. കാരണം ഇവിടുത്തെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്ന കാശ് മുടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സിന് തന്നെയാണ്. അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നിടത്തു നിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്, നമുക്ക് ജോലി ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ക്രിയേഷൻ സൈഡ്, അതുപോലെ അതിന് തക്കതായിട്ടുള്ള കഥയും അതിന്റെ സംവിധാന രീതികളും മറ്റുള്ള ടെക്നിക്കൽ വശങ്ങളും എല്ലാമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള, ഇന്ന് മലയാള സിനിമയിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണുള്ളത്. അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകൾ, ഇതെല്ലാം കൂടി ഒത്തൊരുമിക്കുമ്പോഴാണ്, അതുപോലെ ഈ പറയുന്ന പോലെ ഈ തിരക്കഥാകൃത്തുക്കളും ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായി സ്ക്രീനിൽ അഭിനയിച്ച് ബലിപ്പിക്കുന്ന താരങ്ങൾ, എല്ലാവരും കൂടി ചേരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമ. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയാതെ എല്ലാവർക്കും അവരവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട്. അതിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷനിൽ ചർച്ച ചെയ്തിട്ട് മറ്റൊരു അസോസിയേഷനോട് പറയാനുണ്ടെങ്കിൽ അത് ഇതുപോലുള്ളൊരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് മുൻകൈയെടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇനിയൊരു വഴക്ക് നമ്മള് ശരിക്കും പറഞ്ഞപ്പോ മീഡിയയുടെ മുമ്പില് നിന്ന്, ഇപ്പൊ മീഡിയാസിന് അത് കാരണം അവർ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്നതാണ്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും അതായിരിക്കും താല്പര്യം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് പ്രകോപിപ്പിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് പറയാനില്ലേ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശിച്ചൊന്ന് പറയുന്നു. പക്ഷെ ഒരു സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നമ്മൾ ജനറൽ ബോഡി അവർക്കൊരു പവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വരാൻ പാടുള്ളൂ. അതിന് പ്രത്യേക ആരെ ഏൽപ്പിച്ചിട്ട് അവരാണ് സംസാരിക്കുക. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത്, മലയാള സിനിമയിൽ കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ ഏത് സംഘടനയിലെ ആളാണെങ്കിലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പുറത്തു പോയി പിന്നെ ചാനലിലൂടെ കാണുന്ന നമ്മളത് മാറ്റിയെടുക്കണം. ഞാൻ നിങ്ങളെ കുറ്റം പറയണമല്ല, മീഡിയനെ കുറ്റം പറയണമെന്നല്ല, മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു പോസിറ്റീവ് ഇതിലേക്ക്. കാരണം സിനിമ എന്ന്